ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ വൈൻഡപ്പ് ചെയ്തത് കൊടുങ്ങല്ലൂർ ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന കോട്ടപ്പുറം പാലത്തിൻ്റെ അവിടെയാണ്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ എല്ലാ ബൈപ്പാസുകളും നമ്മൾ പൂർണ്ണമായി കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ എറണാകുളം ജില്ലയിലേക്ക് കടക്കുകയാണ്. എറണാകുളം ജില്ലയിലെ ആദ്യ റീച്ച് തുടങ്ങുന്നത് കോട്ടപ്പുറം പാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ മുതൽ ഇടപ്പള്ളി വരെയാണ്. ഈ ഇടതുഭാഗത്ത് കാണുന്ന റോഡ് നേരെ കൊടുങ്ങല്ലൂർ ടൗണിൽ നിന്ന് വരുന്നതാണ്. അത് വന്നിട്ടാണ് ആറുവരിപ്പാതയിൽ കയറുന്നത്. ഇവിടെ നിന്നാണ് ഈ റീച്ച് തുടങ്ങുന്നതും. ഓറിയന്റൽ കൺസ്ട്രക്ഷനാണ് ഈ ഭാഗത്ത് വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. ഇടപ്പള്ളിയിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 2 പുതിയ അണ്ടർപാസിന്റെ പണികൾ അടിപൊളിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ കോട്ടപ്പുറം പാലം കഴിഞ്ഞിട്ട് മൂത്തകുന്നം പാലത്തിന്റെ മുകൾ ഭാഗത്ത് സ്റ്റീൽ ഗാർഡറുകൾ വെച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം മഴ പെയ്ത സമയത്തുണ്ടല്ലോ, ഈ കോട്ടപ്പുറം പാലം എത്തുന്നതിന് മുൻപായിട്ട് വലതുഭാഗത്ത് കുറച്ച് വീടുകളുണ്ടായിരുന്നു. അവിടെയൊക്കെ വെള്ളം കയറിയ വിഷയം ഉണ്ടായിരുന്നു. അപ്പം കോട്ടപ്പുറം പാലത്തിന്റെ പണികളൊക്കെ അടിപൊളിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ഭാഗത്തുമുള്ള സർവീസ് റോഡ് വന്ന് നിൽക്കുന്നത് കോട്ടപ്പുറം പാലം തുടങ്ങണം അവിടെ കേട്ടോ. പാലത്തിനോട് ചേർന്നിട്ട് സർവീസ് റോഡില്ല. അപ്പം നിലവിലെ പാലത്തിന്റെ വലത് ഭാഗത്തായിട്ടാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ ഭാഗത്തുനിന്ന് ഇടപ്പള്ളി ഭാഗത്തേക്ക് പോകുമ്പോൾ, അതുപോലെ തന്നെ എറണാകുളം ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് അനുഭവിക്കുന്ന സ്ഥലമാണ് പറവൂർ. അപ്പോൾ ഈ പറവൂർ ടൗണൊക്കെ ഒഴിവാക്കി സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് പറവൂർ ബൈപ്പാസിന്റെ പണികൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കോട്ടപ്പുറം പുതിയ പാലത്തിനോടനുബന്ധിച്ചുള്ള പീറിന്റെ വർക്കും പീർ ക്യാപ്പിന്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഗേർഡർ ഇൻസ്റ്റാളേഷൻ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ഈ കോട്ടപ്പുറം പാലം വന്ന് കയറുന്നത് VP തുരുത്തിലാട്ടോ. അതൊരു ചെറിയ തുരുത്താണ്. ഈ VP തുരുത്തിൽ നിന്ന് പിന്നീടുള്ള അടുത്ത പാലമാണ് മൂത്തകുന്നം പാലം. അപ്പോൾ എറണാകുളം ജില്ലയിൽ കടക്കുന്ന സമയത്ത് തന്നെ VP തുരുത്തുമായി ബന്ധിപ്പിക്കുന്ന 2 പാലങ്ങളാണ്. ഒന്ന് കോട്ടപ്പുറം പാലവും മൂത്തകുന്നം പാലവും. അതിനൊക്കെ നിലവിലെ പാലം നിലനിർത്തിയിട്ട് തന്നെയാണ് വലതു ഭാഗത്ത് പുതിയതായിട്ട് പാലത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നതും. ഈ മൂത്തകുന്നം പാലത്തിന്റെ പീർ ക്യാപ്പിന്റെ മുകൾ ഭാഗത്ത് ഗേർഡർ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും സ്റ്റീൽ ഗാർഡറാണ് വെക്കുന്നത്. ഈ സ്റ്റീൽ ഗാർഡർ വന്നപ്പം പലരും ചോദിച്ചൊരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ഈ പാലത്തിന്റെ മുകൾ ഭാഗത്ത് സ്റ്റീൽ ഗാർഡർ വെക്കുന്നത് എന്നുള്ളത്. സാധാരണ രീതിയിൽ PSC ഗാർഡർ എന്ന് വെച്ചാൽ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ഗാർഡർ 42 അല്ലെങ്കിൽ 43 മീറ്ററാണ് വരിക. അപ്പോൾ മൂത്തകുന്നം ഭാഗത്ത് നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ പീറുകൾ തമ്മിൽ അതിനെക്കാട്ടിലും അകലമുള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടെ സ്റ്റീൽ ഗാർഡർ സ്ഥാപിക്കുന്നത്. ഇതേമാതിരി തന്നെയാണ് ചേറ്റുവ പാലത്തിന്റെ അവിടെ സ്റ്റീൽ ഗാർഡറാണ് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നേരെ ലിഫ്റ്റ് ചെയ്തിട്ട് പീർ ക്യാപ്പിന്റെ മുകൾ ഭാഗത്തേക്ക് വെക്കുകയല്ല ചെയ്യുന്നത്. ഇത് ഒരു റെയിൽ മുഖാന്തരം നേരെ ഫുള്ളായിട്ട് ഇവിടെ നിന്ന് ഫിറ്റ് ചെയ്യും കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ പുഷ് ചെയ്തിട്ടാണ് നേരെ പീർ ക്യാപ്പിന്റെ മുകൾ ഭാഗത്ത് ഇൻസ്റ്റാൾ ചെയ്യുക. സാധാരണ എല്ലാ സ്ഥലത്തും നമ്മൾ കണ്ടിരിക്കുന്നത് ബൂം ക്രെയിൻ വെച്ചിട്ട് ലിഫ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ട്രക്ക് ക്രെയിൻ വെച്ച് ലിഫ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ഗാർഡർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നേരെ ഇത് റെയിൽ മുഖാന്തരം ഇതിന്റെ മുകൾ ഭാഗത്തേക്ക് ഹൈഡ്രോളിക് ഒക്കെ വെച്ചിട്ട് തള്ളി കയറ്റുക ചെയ്യുക. അപ്പോൾ ഇവിടെയൊക്കെ നിലവിലെ പാലം നിലനിർത്തുകയാണ്. വെച്ച് കഴിഞ്ഞാൽ റീഹാബിലിറ്റേഷൻ ചെയ്യും. പിന്നീട് ഇത് ഒന്നും കൂടി ബലപ്പെടുത്തും. പിന്നീടാണ് ഇത് ഗതാഗതത്തിന് തുറന്നു കൊടുക്കുക. പുതിയ പാലത്തിന്റെ നിർമ്മാണം വലതുഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പാലം വന്ന് കയറുന്ന മുത്തുകുന്നം ജംഗ്ഷൻ ഭാഗത്ത് ഒരു സൈഡിൽ മാത്രമേ ഇപ്പം നിലവിൽ സർവീസ് റോഡിന്റെ പണികൾ നടന്നിട്ടുള്ളൂ. എന്ന് വെച്ചാൽ പുതിയ പാലം വന്ന് കയറുന്ന അവിടെ മാത്രമേ സർവീസ് റോഡിന്റെ പണികൾ നടന്നിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കഴിഞ്ഞ് മണ്ണിട്ട് ഉയർത്തി വരാനുള്ള പ്രദേശമാണ്. കാരണം പാലത്തിനോട് ചേർന്നുള്ള അപ്രോച്ച് റോഡ് കുറച്ച് ഹൈറ്റിലാണ് വരിക. ഇത് കഴിഞ്ഞിട്ട് മുത്തകുന്നം ജംഗ്ഷനിൽ ഒരു അണ്ടർപാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ റാമ്പ് ഉണ്ടായിരിക്കും. കാരണം 6 വരിപ്പാതയിൽ കൂടെ വരുന്ന വാഹനങ്ങൾക്ക് പറവൂർ റോഡിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങേണ്ടി വരും. അതുപോലെ തന്നെ ഇവിടെ മുത്തകുന്നം അമ്പലമൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോകണമെങ്കിൽ ഈ അണ്ടർപാസ് എത്തുന്നതിന് മുൻപായിട്ട് നിങ്ങൾ റാമ്പ് മുഖാന്തരം താഴത്തേക്ക് ഇറങ്ങേണ്ടി വരും. പിന്നെ ഈ കോട്ടപ്പുറം ജംഗ്ഷൻ മുതൽ ലേബർ ജംഗ്ഷൻ വരെ 1 വേ ആണ്. ഇവിടുന്ന് പറവൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇടതുഭാഗത്തെ പഴയ റൂട്ട് കൂടെ പോകണം. ലേബർ ജംഗ്ഷൻ്റെ അവിടുന്ന് നേരെ മുത്തകുന്നം ഭാഗത്തേക്ക് പുതിയ ബൈപ്പാസ് കൂടെ വന്നിട്ടുണ്ട്. ഇവിടെ നിലവിലൊരു ബൈപ്പാസ് ഉണ്ടായിരുന്നു. അതൊന്നുകൂടി വീതി കൂട്ടിയും ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ ഒരു തോടുണ്ടായിരുന്നു. ആ തോടിന് കുറുകെ പുതിയ പാലവും നിർമ്മിച്ചു. സർവീസ് റോഡും ഇതേമാതിരി ചെറിയ പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് കൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ പൂർണ്ണമായിട്ട് നമ്മുടെ ലേബർ ജംഗ്ഷൻ വരെ സർവീസ് റോഡ് ഉണ്ട്. അപ്പോൾ ഇതാണ് ലേബർ ജംഗ്ഷൻ കേട്ടോ. ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്. അപ്പോൾ ഈ പറവൂർ ബൈപ്പാസ് തുടങ്ങുന്നത് മൂത്തകുന്നം കഴിഞ്ഞിട്ട് പിന്നീട് ലേബർ ജംഗ്ഷനിൽ തുടങ്ങിയിട്ട് പിന്നീട് ഇത് അവസാനിക്കുന്നത് വഴിക്കുളങ്ങര എന്ന് പറഞ്ഞ ഭാഗത്താട്ടോ. അതുപോലെ തന്നെ ലേബർ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് അണ്ടർപാസിനോട് നിർമ്മിച്ചിട്ടുള്ള മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ ആദ്യഘട്ടം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ 2 ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ ഏകദേശം പൂർത്തീകരിച്ചിട്ട് ടാറിങ്ങിൻ്റെ ആദ്യഘട്ട പ്രവർത്തനം കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. 2 ഭാഗത്തും ഡ്രൈനേജ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗത്തൊക്കെ കൾവേർട്ടുകൾ കടന്നു പോകുന്നുമുണ്ട്. കൊടുങ്ങല്ലൂർ മുതൽ ഇടപ്പള്ളി വരെയുള്ള റീച്ച് 26 കിലോമീറ്ററാണ്. അതിൽ 10.5 കിലോമീറ്ററിൻ്റെ അടുത്ത് വരുന്നുണ്ട് പറവൂർ ബൈപ്പാസ്.
എന്തായാലും പറവൂർ ടൗണിൽ കൂടെ യാത്ര ചെയ്ത ആളുകൾക്ക് അറിയും എങ്ങനെയായിരുന്നു റോഡ് എന്നുള്ളതും അതുപോലെ തന്നെ എത്രത്തോളം ഗതാഗത കുരുക്കാന്നുള്ളത്. അതിനൊക്കെ പരിഹാരമായിട്ടാണ് നമ്മളെ പറവൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി ലേബർ ജംഗ്ഷൻ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു 6 വരി പാലട്ടോ. ഇവിടെ പാലം വലിയ ഹൈറ്റ് ഒന്നുമില്ല. ഇവിടെ പാലം നിർമ്മിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വളരെയധികം ചതുപ്പ് നിലമായിരുന്നു. പാലത്തിന്റെ പണിയെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ പാലം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. ഈ അണ്ടർപാസ് വന്നിരിക്കുന്നത് കട്ടത്തുരുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. അപ്പൊ ഇനി ഇവിടുന്ന് പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ പറവൂർ ബൈപ്പാസ് കടന്നു പോകുന്നത്. ഈ കട്ടത്തുരുത്ത് അണ്ടർപാസ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 6 വരി പാലമാണ്. പാലത്തിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. മുകൾ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു. ക്രാഷ് ബാരറിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം നിങ്ങൾക്കറിയാലോ, മലപ്പുറം ജില്ലയിലെ കൂരാട് ഭാഗത്തുണ്ടായ ഒരു കൊളാപ്സ്, അവിടെ ചതുപ്പ് നിലത്ത് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് അണ്ടർപാസിനോട് നിർമ്മിച്ചുള്ള അപ്രോച്ചോട് നിർമ്മിച്ചത്. അവിടെ താഴെ ഭാഗം മണ്ണിരുന്ന സമയത്ത് അത് പൂർണ്ണമായിട്ട് ഇടിഞ്ഞു. അപ്പോൾ അവിടെയൊക്കെ ഇപ്പോൾ പാലം നിർമ്മിക്കാൻ പോകുന്ന ഒരു വയഡക്റ്റ്. അപ്പോൾ അതേമാതിരിത്തെ ഒരു ചതുപ്പ് നിലം തന്നെയായിരുന്നു ഇവിടെയൊക്കെ ആദ്യം തന്നെ പാലം നിർമ്മിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പാലം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട്. അണ്ടർപാസിൻ്റെ ഒക്കെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നീടും ഒരു പാലം വന്നിരിക്കുക കേട്ടോ. ഇത് ഇവിടെ ഒരു തോടുണ്ട്. ആ തോടിന് കുറുകെയാണ് ഈ 6 വരി പാലം നിർമ്മിച്ചിരിക്കുന്നത്. ശരിക്കും അണ്ടർപാസ് നിർമ്മിക്കുന്ന മാതിരി തന്നെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെയും മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ റോഡ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അണ്ടർപാസാണ് വന്നിരിക്കുന്നത് ഓണത്തുരുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ. അവിടെ ഇതേമാതിരി അണ്ടർപാസിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 6 വരി പാലമാണ്. അപ്പോൾ ഇത്ര മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ ഫുള്ളും ഈ റോഡ് കടന്നു പോകുന്നത് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ്. അപ്പോൾ ഈ പാലം കഴിഞ്ഞിട്ട് പക്ഷേ ഓണത്തുരുത്ത് വന്ന പാലം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അണ്ടർപാസാണ്. അണ്ടർപാസിൻ്റെ പണിയും പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 6 വരി പാലമാണ്. ഇവിടെ തോടുണ്ട്. ആ തോടിന് കുറുകെയാണ് 6 വരി പാലത്തിൻ്റെ പണി പൂർത്തിയാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ഇവിടം വരെയാണ് ഇനി ഇതിനോടനുബന്ധിച്ച് മണ്ണിട്ട് ഉയർത്തി വരാനുള്ള പ്രദേശം. അത് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് 6 വരി പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ലാസ്റ്റ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അടുപ്പിച്ച് വന്നിരിക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുറവൻതുരുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ലാസ്റ്റ് അണ്ടർപാസ്. അപ്പോൾ ഇവിടെ കണ്ടൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ 6 വരി പാത കടന്നു പോകുന്നതിൻ്റെ കുറുകെ ചെറിയ ചെറിയ റോഡുകൾ കടന്നു പോയിരുന്നു. അതിനൊക്കെ ഇവിടെ പൂർണ്ണമായിട്ട് അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ തോടുകൾക്കൊക്കെ പാലവും നിർമ്മിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് ഇവിടെ ഒരു തോടുണ്ടായിരുന്നു. ആ തോടിൻ്റെ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏകദേശം ടാറിങ്ങിൻ്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ 2 സൈഡിലുമുള്ള സർവീസ് റോഡിൻ്റെ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ 6 വരിപ്പാതയുടെ വീതിയിലുള്ള ആദ്യഘട്ട പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുണ്ട്. ക്രാഷ് ബാരിയറിൻ്റെയും ഡിവൈഡറിൻ്റെയും വർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഈ തോട് നിർമ്മിച്ച ഭാഗത്ത് മാത്രമേ ഇനി സർവീസ് റോഡിൻ്റെ അവിടെ വർക്ക് നടക്കാനുള്ളൂ. സോയിൽ കമ്പാക്ട് ചെയ്തിട്ട് മാത്രമുള്ളൂ. പിന്നീട് നോക്കിയാൽ നിങ്ങൾ ഇവിടുന്ന് പൂർണ്ണമായിട്ട് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു അണ്ടർപാസ് വരുന്നതിൻ്റെ അപ്രോച്ച് റോഡുണ്ട്. അത് തുടങ്ങണ വരെയാണ് ഇപ്പോൾ 6 വരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇപ്പം നിലവിൽ നമ്മൾ കണ്ട എല്ലാ ബൈപ്പാസുകളുടെയും അവസ്ഥ തന്നെയാണ്. തൃശ്ശൂർ ജില്ലയിലെ ബൈപ്പാസുകളുടെ അവസ്ഥ ഇതേമാതിരി തന്നെയാണ്. അണ്ടർപാസിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ പണികൾ മാത്രമേ കഴിയാനുള്ളത്. ബാക്കി നിരപ്പായ സ്ഥലങ്ങൾ എല്ലാ സ്ഥലത്തും ടാറിങ്ങും അതുപോലെ തന്നെ ക്രാഷ് ബാരറിൻ്റെ ഡിവൈഡറിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ മുറവൻതുരുത്ത് അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് മുനമ്പംകവലയിലാണ്. മുനമ്പംകവല അണ്ടർപാസിൻ്റെ ഒരു ഭാഗത്തുള്ള അപ്രോച്ച് റോഡിൻ്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. പിന്നീടാണ് പട്ടണംകവലയിൽ ഒരു പാലം വരുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുമായിരുന്നു. ഇപ്പോൾ ഡയറക്റ്റ് പോകാൻ പറ്റാത്തതുകൊണ്ട് സൈഡിലുള്ള റോഡ് കൂടെ പോകുമ്പോൾ കണ്ടൊരു കാഴ്ചയാണിത്. ഇതാണ് കയർ ഭൂവസ്ത്രം. വെച്ചാൽ തോടിൻ്റെ സൈഡിലുള്ള മണ്ണിടിച്ചിൽ തടയാൻ വേണ്ടിയിട്ട് വിരിക്കുന്നതാണ് ഈ കയർ ഭൂവസ്ത്രം. ഇതേമാതിരി തന്നെയാണ് നമ്മൾ കോട്ടക്കൽ ബൈപ്പാസിൻ്റെ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ വിരിച്ചിരിക്കുന്നു കേട്ടോ. അവിടെ മണ്ണിട്ട് ഉയർത്തിയിട്ട് 6 വരിപ്പാത കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ 2 സൈഡിലും ആയിട്ടാണ് ഇതേമാതിരി കയർ ഭൂവസ്ത്രം വിരിച്ചിരിക്കുന്നത്. ടർഫിംഗ് ഓഫ് റോഡ് എന്നാണ് പറയുക അതിന്. പല സ്ഥലത്തും ഇതേമാതിരി കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കണം. ഇതേപോലെ തോടുള്ള സ്ഥലത്തൊക്കെ മണ്ണിടിച്ചിൽ തടയാൻ വേണ്ടിയിട്ടാണ് ഇതേപോലുള്ള കയർ ഭൂവസ്ത്രം വിരിക്കുന്നത്. നമ്മൾ ആ കൂരിയാട് പാടത്തൊക്കെ പണ്ട് ഇത് വിരിച്ചിരുന്നു കേട്ടോ. പിന്നീട് 6 വരിപ്പാതയുടെ പണി വന്ന സമയത്താണ് അതൊക്കെ പോയി. പിന്നീട് അവിടെ മണ്ണക്കുട്ടി ഉയർത്തിയിട്ടാണ് റോഡ് വന്നത്. ഇപ്പം മണ്ണിടിച്ചിൽ സംഭവിച്ചും ചെയ്തു. അവിടെ ഇപ്പം ഒരു പാലത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് മുനമ്പം കവല അണ്ടർപാസ് കേട്ടോ. അതിൻ്റെ അപ്രോച്ച് റോഡ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 ഭാഗത്തും സർവീസ് റോഡുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇനി അടുത്തത് പട്ടണം കവലയാണ്. പട്ടണം കവലയിൽ ഒരു 6 വരി പാലമാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മുനമ്പംകവല അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് 2 ഭാഗത്തും കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ടാണ് പട്ടണം കവല പാലം വരെ കടന്നു പോകുന്നത്. അപ്പോൾ 2 ഭാഗത്തും ഇവിടെയും സർവീസ് റോഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ ചെറിയൊരു പ്രതിഷേധമൊക്കെ നടന്നിരുന്നു. കാരണം 2 ഭാഗത്തേക്ക് ജനങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുന്നില്ല, ഒരു അണ്ടർപാസിൻ്റെ അടിഭാഗം ഉണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞിട്ട്. ചിലപ്പോൾ ഈ പാലത്തിൻ്റെ അടിഭാഗത്തുകൂടെ അങ്ങനത്തെ ഒരു സംവിധാനം ഒരുക്കുമായിരിക്കും. അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. ഇതൊന്നും വലിയ ഉയരമില്ലാത്ത ഒരു പാലം കേട്ടോ. കാരണം ഇവിടെയൊക്കെ ചതുപ്പ് നിലമാണ്. ഈ പറവൂർ ബൈപ്പാസിന് നമ്മൾ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതുപ്പ് നിലങ്ങളിലൊക്കെ ഇവർ ഫുള്ളായിട്ട് പാലം നിർമ്മിച്ചിരിക്കുകയാണ്. പക്ഷേ ഇവിടെയും പാലം കഴിഞ്ഞിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ പണികൾ ആരംഭിച്ചിട്ടില്ല കേട്ടോ. മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ അങ്ങനെ കാര്യമായിട്ട് വർക്കൊന്നും നടന്നിട്ടില്ല. പക്ഷേ ഇവിടെയൊക്കെ ഒരു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ സർവീസ് റോഡ് വരുന്നുണ്ട്. ഈ പട്ടണം കവല
ആറുവരി പാലം കഴിഞ്ഞിട്ടാണ് പിന്നീട് ചിറ്റാറ്റുകര പാലം വരുന്നുണ്ട്. ഇവിടെ ആദ്യം ഒരു പാലം നിർമ്മിച്ചിരുന്നു, വലിയ ഹൈറ്റൊന്നും ഇല്ലാത്ത പാലമായിരുന്നു. അത് പൂർണ്ണമായിട്ട് പൊളിച്ചു മാറ്റിയിട്ട് ഹൈറ്റ് കൂട്ടിയിട്ടാണ് ഇപ്പോൾ പാലത്തിൻ്റെ പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. ചിറ്റാറ്റുകര ആദ്യം പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് ഗേർഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞതാണ്. അതിനുശേഷമാണ് ഇത് ഹൈറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പൂർണ്ണമായി പൊളിച്ചു മാറ്റിയിട്ട് രണ്ടാമതും ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. അപ്പം പട്ടണം കവല മുതൽ പിന്നീട് ഇവിടുന്ന് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പോവുക കേട്ടോ. എന്തായാലും ചിറ്റാറ്റുകര പാലത്തിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. മുകൾ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് കോൺക്രീറ്റ് കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു. ക്രാഷ് ബാരൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും ഈ പറവൂർ ബൈപ്പാസ് 10 കിലോമീറ്റർ വരികയാണെങ്കിൽ അതിൽ ഏകദേശം 3/4 ഭാഗത്തോളം പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ റോഡ് കടന്നു പോകുന്നത്. നമ്മളെല്ലാവരും ഏറെ പ്രതീക്ഷയിലായിരുന്നു 2025 അവസാനത്തോടു കൂടി ഇതിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ട് 2026 നമുക്ക് ദേശീയപാത 66 കൂടെ യാത്ര ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. എന്തായാലും ആ പ്രതീക്ഷ ഇനി വേണ്ട. 2026 അവസാനം വേണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെ പണികളൊക്കെ പൂർത്തിയാക്കിയിട്ട് 2027 യാത്ര ചെയ്യാൻ സാധിക്കുമായിരിക്കും. ഇപ്പോൾ കേരളത്തിലെ ദേശീയപാത 66 വികസനത്തിൽ ഏറ്റവും ആദ്യം പണികൾ പൂർത്തിയാക്കിയത് ഊരാളുങ്കലാണ്. കാസർഗോഡ് തലപ്പാടി മുതൽ ചെങ്ങള വരെ. അത് കഴിഞ്ഞിട്ട് നമ്മളെ മലപ്പുറം റീച്ചായിരുന്നു. പക്ഷേ മലപ്പുറം റീച്ചിൽ ഇപ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൂരാട് ഭാഗത്തുള്ള ആ മണ്ണിടിച്ചിൽ സംഭവിച്ചപ്പം ഏകദേശം ഇനി 1.5 വർഷം കൂടിയും പൂർണ്ണമായിട്ട് പണികൾ കഴിഞ്ഞിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ വൈകുമെന്നാണ് പറയുന്നത്. അതിൻ്റെ തൊട്ട് പുറകെ തന്നെ നമ്മളെ കോഴിക്കോട് റീച്ചുണ്ട്. KMCൻ്റെ രാമനാട്ടുകര മുതൽ വെങ്ങളം വരെ അതിൻ്റെ പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പണികൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിൻ്റെ തൊട്ട് പുറകെ ആയിട്ട് നമ്മളെ തൃശ്ശൂർ റീച്ചുമുണ്ട്. എറണാകുളം റീച്ചിലും വലിയ കുഴപ്പമില്ലാതെയൊക്കെ പണികൾ നടക്കുന്നുണ്ട്. പക്ഷേ ആലപ്പുഴ മുതലാണ് പണികൾ മൊത്തം സ്ലോ ആയിരിക്കുന്നത്. പല സ്ഥലത്തും അണ്ടർപാസിൻ്റെ പണികളൊക്കെ ഏകദേശം 1.5 കൊല്ലം മുൻപ് വരെ തീർത്താണ്. അതിനോടനുബന്ധിച്ചുള്ള പല പണികളും ഇപ്പോഴും പെൻഡിങ് ആണ്. ചിറ്റാറ്റുകര പാലം കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത്. പറവൂരിൽ നിന്നും ചെറായിക്ക് പോകുന്ന റോഡുണ്ട്, അതിന് കുറുകെയാണ് ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത്. ഈ ഫ്ലൈ ഓവറിന്റെ നിർമ്മാണത്തിലൊരു വ്യത്യാസമുണ്ട്. പാലം തുടങ്ങണ ഒരു ഭാഗത്ത് PSC ഗർഡറും ഒരു ഭാഗത്ത് ബോക്സ് ഗർഡറുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഫ്ലൈ ഓവറിന്റെ അടിഭാഗം കേട്ടോ. ഒരു ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾ പിയർ ക്യാപ്പിന്റെ മുകൾ ഭാഗത്ത് PSC ഗർഡർ, മറുഭാഗത്ത് പിയർ ക്യാപ്പിന്റെ മുകൾ ഭാഗത്ത് ബോക്സ് ഗാർഡർ. ഇതിന്റെ മുകൾ ഭാഗത്ത് വെച്ചിട്ട് തന്നെയാണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും വ്യത്യസ്തമായ ഒരു പാലം തന്നെയാണ്. പാലത്തിന്റെ അടിഭാഗത്തൂടെ വാഹനങ്ങൾ ഓടി തുടങ്ങിയിട്ടുണ്ട്. പാലത്തിന്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കോൺക്രീറ്റ് കാസ്റ്റിംഗ് കഴിഞ്ഞാണ്. പക്ഷേ അപ്രോച്ച് റോഡിന്റെ പണികൾ ഇപ്പോഴും തുടങ്ങിയിട്ടില്ല. അതിനോടനുബന്ധിച്ചിട്ടുള്ള RE ബ്ലോക്കിന്റെ വർക്കിന്റെ ആദ്യ ലെയറൊക്കെ അവിടെ തുടക്കം വെച്ചിരുന്നു. പക്ഷേ അതിനോടനുബന്ധിച്ചിട്ട് പിന്നീട് കാര്യമായിട്ടുള്ളൊരു പ്രോഗ്രസ് ഒന്നും ഈ ഭാഗത്ത് നടന്നിട്ടില്ല. പക്ഷേ 2 ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് വളരെയധികം ശോകം തന്നെയാട്ടോ. അപ്രോച്ച് റോഡിൻ്റെ പണികളൊന്നും ഒരു ഭാഗത്ത് എവിടെ എത്തിയിട്ടില്ല. പക്ഷേ അപ്രോച്ച് റോഡ് കഴിഞ്ഞിട്ടുള്ള നിരപ്പായ സ്ഥലങ്ങളുടെ പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ നോക്കിയേ, ഈ ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലം ഇവിടെ കേട്ടോ. അവിടം വരെ വർക്കുകളൊന്നും നടന്നില്ല. പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് 6 വരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ്ങും 2 ഭാഗത്തുമുള്ള സർവീസ് റോഡും ഡ്രൈനേജിൻ്റെ വർക്കുകളും ക്രാഷ് ബാരിയറിൻ്റെയും ഡിവൈഡറിൻ്റെ വർക്കുകളൊക്കെ നടന്നിരിക്കുന്നു. പക്ഷേ ഇവിടേക്ക് ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് തന്നെയാണ്. മണ്ണ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് പല സ്ഥലത്തും ഇതുപോലെയുള്ള പണികൾ നേരം വൈകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് പണികൾ കഴിഞ്ഞാണ്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഇനി സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ നടക്കാനുണ്ട്. അങ്ങനെ കുറേ വർക്കുകൾ ഇനി നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു അണ്ടർപാസ് വരുന്നത് തെക്കേനാല് വഴിയിലാട്ടോ. അപ്പോൾ തെക്കേനാല് വഴി അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് തുടങ്ങുന്ന സ്ഥലം വരെയാണ് പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നത്. അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കേണ്ട ഈ ഭാഗത്ത്. ഈ പറവൂർ ബൈപ്പാസിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങളുണ്ട്. അതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്, ഫേസ്ബുക്ക് പേജിലുണ്ട് കേട്ടോ. യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റിൽ കൊച്ചി നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നടന്ന വർക്കുകളുടെ പൂർണ്ണ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് തെക്കേനാല് വഴി വന്ന അണ്ടർപാസ് കേട്ടോ. അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തുള്ള കാസ്റ്റിംഗ് ഒക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ചെറിയ തോതിലാണ് RE ബ്ലോക്കിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെയും നമ്മൾ കണ്ട മാതിരി തന്നെ എല്ലാ സ്ഥലത്തും ഉള്ളത് അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലം മുതൽ വീണ്ടും 6 വരിപ്പാതയുടെ വീതിയിലുള്ള ടാറിംഗ് വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ആദ്യ ലെയർ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് BC കൂടി ചെയ്യാനുണ്ട്. എന്തായാലും ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഭാഗത്ത് ക്രാഷ് ബാരിയറിൻ്റെയും ഡിവൈഡറിൻ്റെയും വർക്ക് കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞു. പക്ഷേ ഇതൊന്നും എവിടെയും ജോയിൻ്റ് ആയിട്ടില്ല. അതുകൊണ്ടാണ് ഈ സർവീസ് റോഡിൽ കൂടെ വാഹനങ്ങൾ പൂർണ്ണമായി കടന്നു പോകാത്തത്. ബൈക്ക് റൈഡേഴ്സൊക്കെ ഏറെ സന്തോഷിച്ചിരുന്ന ഒരു കാര്യമാണ്. നമ്മളെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 6 വരിപ്പാതയുടെ വർക്കുകൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഗതാഗതക്കുരുക്കൊന്നും ഇല്ലാണ്ട് ടൗണുകളിലും കയറാതെ നമുക്ക് 6 വരിപ്പാതയുടെ മുകൾ ഭാഗത്തൂടെ യാത്ര ചെയ്യാമെന്നുള്ളത്. പക്ഷേ അതൊന്നും ഇനി പറ്റുകയില്ല. ബൈക്ക്, ഓട്ടോറിക്ഷ, ട്രാക്ടർ ഇതെല്ലാം 6 വരിപ്പാതയിൽ കയറുന്നത് നിരോധിച്ചിരിക്കുന്നു. അവർക്ക് ഇനി സർവീസ് റോഡ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്നാൽ കേരളത്തിൽ പൂർണ്ണമായിട്ട് ഒരു സ്ഥലത്ത് പോലുമില്ല 6 വരിപ്പാതയോട് ചേർന്നിട്ട് സർവീസ് റോഡ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. പല സ്ഥലത്തും സർവീസ് റോഡ് പാലങ്ങൾ വരുന്ന സമയത്ത് അവിടെ നിൽക്കുകയാണ്. പിന്നീട്
സർവീസ് റോഡിൽ നിന്നും പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് കയറിയിട്ട് വീണ്ടും പാലം കഴിഞ്ഞിട്ട് നമ്മൾ എക്സിറ്റ് എടുത്തിട്ട് സർവീസ് റോഡിൽ കൂടെ ബൈക്ക് കയറി യാത്ര ചെയ്യേണ്ട അവസ്ഥ വരികയാണ്. ചില സ്ഥലങ്ങളിൽ ബൈപ്പാസുകൾ പൂർണ്ണമായിട്ട് സർവീസ് റോഡില്ല. അപ്പം ടൗണുകളിൽ കൂടെ വീണ്ടും ബൈക്കുകൾ കയറി പോകേണ്ട അവസ്ഥയുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ പറവൂർ ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന വഴിക്കുളങ്ങര എത്തിയിട്ട് നമ്മൾ കേട്ടോ. വഴിക്കുളങ്ങര അണ്ടർപാസ് ഉണ്ട്. അണ്ടർപാസിൻ്റെ പണികളൊക്കെ പൂർത്തീകരിക്കും. പക്ഷേ ഇവിടെയൊക്കെ അപ്രോച്ച് റോഡിന് വേണ്ടി മണ്ണിട്ട് ഉയർത്തിയിട്ട് ഏകദേശം അവസാന ഘട്ടത്തിലാട്ടോ. ഇനി കുറച്ച് ഭാഗത്ത് മാത്രമേ മണ്ണിട്ട് ഉയർത്താനുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ പണികളും അതിനോടൊപ്പം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഇനിയും വർക്ക് നടക്കാനുണ്ട്. ഒരു ഭാഗത്താണ് വർക്ക് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. ഇത് നേരെ വന്ന് ജോയിൻ്റ് ആവുന്നത് പഴയ റോഡിലാട്ടോ. അപ്പോൾ 26 കിലോമീറ്ററാണ് കൊടുങ്ങല്ലൂർ എടപ്പള്ളി റീച്ച് വരുന്നത്. അതിൽ പറവൂർ ബൈപ്പാസാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇനി ചെറിയപള്ളി വള്ളുവള്ളി ഉണ്ട്. അവിടെയും ചെറിയൊരു ബൈപ്പാസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പറവൂർ ബൈപ്പാസിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.